ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഫുട്ബോൾ. സോ പുതിയ സീസൺ തുടങ്ങാനായിട്ട് ഇനി 2 ആഴ്ച ഗ്യാപ്പേ ഉള്ളൂ. ട്രാൻസ്ഫർ വിൻഡോ തീരാനായിട്ട് കറക്റ്റ് 1 മാസത്തെ ഗ്യാപ്പുമാണ് ഉള്ളത്. സോ എല്ലാ ക്ലബ്ബുകളിലും ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു, ട്രാൻസ്ഫർ ഒരുക്കങ്ങളും നടക്കുന്നു, അതേപോലെ പ്രീ സീസൺ ഒരുക്കങ്ങൾ പുതിയ സീസണിന് വേണ്ടിയുള്ള മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടക്കുകയാണ് എല്ലാ ക്ലബ്ബുകളിലും. സോ ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീക്കിൽ പ്രീ സീസൺ മത്സരം ഹോങ്കോങ്ങിൽ ഏഷ്യൻ ടൂറിലെ അവസാന മത്സരം ടോട്ടനം ഹോട്ട്സ്പറിനെതിരെയായിരുന്നു. സോ യൂറോപ്പിന് വെളിയിൽ നടക്കുന്ന ആദ്യത്തെ നോർത്ത് ലണ്ടൻ ഡെർബി ആയിരുന്നു. എല്ലാവരും ഉറ്റുനോക്കി, ആർസണൽ ഫാൻസൊക്കെ ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രീ സീസൺ മത്സരമായിരുന്നു. മറ്റുള്ള മത്സരം കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ മത്സരത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ആർസണൽ 1-0 തോറ്റു. ഒരു ഗോളിന് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ആർസണൽ എന്നുള്ളതാണ്. പുതിയ സൈനിങ് ആയ വിക്ടർ ഗോയ്ക്കേഴ്സിൻ്റെ ഡെബ്യൂ, ഫ്രണ്ട്ലി മാച്ചിലൊരു ഡെബ്യൂ. 10 മിനിറ്റാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞത്. ലാസ്റ്റ് 10 മിനിറ്റാണ് അദ്ദേഹത്തിന് കളിക്കാൻ ഇറക്കിയത്. സോ ഈ മത്സരത്തിൻ്റെ റിസൾട്ടോടു കൂടി ഒരു കൂട്ടം ആർസണൽ ഫാൻസ് വളരെ പാനിക് ആവുകയും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ റിയാക്ഷനൊക്കെ കാണിക്കുകയും ചെയ്തായിരുന്നു. അതിൽ 2 തരം റിയാക്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ റിയാക്ഷൻ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തത്, റിസൾട്ടിനെതിരെയുള്ള അമർഷം കാണിക്കുന്ന ഫാൻസാണ്. ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ അടുത്ത് നമ്മൾ തോറ്റു, നമ്മൾ ഇത്രയും പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് എന്തിന്, വിക്ടർ ഗോയ്ക്കേഴ്സിനെ അടക്കം നമ്മൾ കൊണ്ടുവന്നു, എന്നിട്ടും ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ അടുത്ത് നമ്മൾ തോറ്റു പ്രീ സീസണിൽ എന്ന് പറഞ്ഞ് അമർഷം കാണിക്കുന്ന കുറച്ച് ഫാൻസ് ഉണ്ട്. അവരോട് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, ജസ്റ്റ് കാം ഡൗൺ. ഇത് പ്രീ സീസണാണ്, സീസൺ തുടങ്ങിയിട്ടില്ല. ഈ ഒരു ഫ്രണ്ട്ലി മാച്ച് മാത്രമാണ്. പ്രീ സീസൺ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു മാച്ചാണിത്. ഇതിന് ആ നോർത്ത് ലണ്ടൻ ഡെർബിയുടെ വീറും വാശിയും ഇതിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യണം എന്നുള്ളതൊരു നല്ല ഒരു പ്രാക്ടീസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാശി വേണം, പക്ഷേ റിസൾട്ടിനോടുള്ള റിയാക്ഷൻ ഇത്രയ്ക്കും ഡെപ്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ 1-0 തോറ്റു എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആർസണൽ ഫാൻ അത്ര വലിയൊരു ഇതല്ല. ഈ റിസൾട്ട് തോറ്റു, ഓക്കെ ഫൈൻ, നല്ലതാണ്, ഒരു കണക്കിന് നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രീ സീസണിൽ എല്ലാ മത്സരവും ജയിച്ച് സീസണിലേക്ക് ചെല്ലുമ്പോൾ ഒരു അഹംഭാവം വേണ്ടല്ലോ. വെറുതെ നമുക്ക് വേണമെങ്കിൽ തമാശയ്ക്ക് അങ്ങനെ പറയാം, ഒരു കളി തോക്കുന്നത് നല്ലതാണ്, കുറച്ചും കൂടി കുറവുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടി ഡെപ്തിൽ നോക്കാനായിട്ടൊരു മോട്ടിവേഷൻ ആയിരിക്കും കോച്ചിങ് സ്റ്റാഫിനും നമ്മുടെ മാനേജറിനും ഒക്കെ. പക്ഷേ ടോട്ടനം ഹോട്ട്സ്പറിനെതിരെയാണ് എന്നുള്ളതാണ് പല ഫാൻസിനെയും, ഒരു കൂട്ടം ഫാൻസിനെ വല്ലാണ്ട് അമർഷം ഉണ്ടാക്കുന്നത് അവർക്ക്. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ടോട്ടനം ഹോട്ട്സ്പർ ആണെന്ന് കൊണ്ടല്ലോ, പ്രീ സീസണാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ രണ്ടാമത്തെ തരം ഫാൻസ് ഉണ്ട്, അത് കുറച്ചും കൂടി ലോജിക്കൽ അല്ലെങ്കിൽ കുറച്ചും കൂടി റീസണബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കൂട്ടം ഫാൻസിന്, അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫാൻസിൻ്റെ റിയാക്ഷൻ വരുന്നത് റിസൾട്ടിനോടല്ല, നമ്മുടെ പ്ലേയിങ് സ്റ്റൈലിനോടാണ്. അവിടെയാണൊരു ഇച്ചിരി റീസണബിൾ ആവുന്ന കാര്യം. കാരണം നമ്മൾ ഈ നല്ലൊരു ട്രാൻസ്ഫർ വിൻഡോ ആയിരുന്നു, നമ്മുടെ കുറേ വർഷങ്ങളിൽ തന്നെ നല്ലൊരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആയിരുന്നു. ആൻഡ്രോ ബെറ്റയുടെ കീഴിൽ നല്ല തകർപ്പൻ ട്രാൻസ്ഫർ വിൻഡോ തന്നെ നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിന് മുമ്പുള്ള ട്രാൻസ്ഫർ വിൻഡോസ് വെച്ച് നോക്കുകയാണെങ്കിൽ പല പൊസിഷനിലും പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. പക്ഷേ സ്റ്റിൽ മിക്കേൽ ആർട്ടറ്റ കളിപ്പിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ടീമിനെ കളിപ്പിച്ച അതേ സ്റ്റൈല് തന്നെയല്ലേ മിക്കേൽ ആർട്ടറ്റ ഇപ്പോഴും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അത് വളരെ റീസണബിളായിട്ടുള്ളൊരു ഫൈൻഡിങ്, അല്ലെങ്കിൽ റീസണബിളായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നുന്നു അത്. കാരണം നമ്മുടെ ആ ഒരു കോഷ്യസ് പ്ലേയിങ് സ്റ്റൈല്, ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഷോട്ടുകൾ 16 ഷോട്ടും 57% പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം ഗോൾ മാത്രം നേടാൻ കഴിഞ്ഞില്ല. ഇത് തന്നെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് സീസണിലെ സ്റ്റോറിയും. സോ മറ്റുള്ള പ്ലേയേഴ്സിനെ, നമുക്ക് വേണ്ട പൊസിഷനിലേക്കുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടും നമ്മൾ അഗെയിൻ അതേ പ്ലേയിങ് സ്റ്റൈൽ വെച്ച് തന്നെയാണോ മിക്കേൽ ആർട്ടറ്റ നെക്സ്റ്റ് സീസണിലേക്കും ടീമിനെ ഒരുക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു വറിയിങ് ഫാക്ടർ. അത്ര വറിയിങ് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷനെതിരെ വരുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു കാര്യത്തിൽ ആർസണൽ ഫാൻസ് എതിർപ്പ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അത്ര തള്ളിക്കളയാൻ പറ്റില്ല. ആ റിസൾട്ടിനെ വെച്ച് നോക്കുന്നതിനേക്കാളും ഭേദം ഇങ്ങനെ ഒരു റിയാക്ഷൻ കുറച്ചും കൂടി ജസ്റ്റിഫയബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ആ ലെഫ്റ്റ് വിങ് പൊസിഷനിലൊക്കെ അത് ശരിക്കും എല്ലാ ആർസണൽ ഫാൻസും ഒരുപാട് എടുത്തു പറയുന്നൊരു കാര്യമാണ്. ആ ലെഫ്റ്റ് വിങ് പൊസിഷനിൽ ട്രൊസാർഡും മാർട്ടിനെല്ലിയുടെ ഭാഗത്തു നിന്നും പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുന്നൊരു ചോദ്യമുണ്ട്, എബ്രച്ചി എസ്സെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. സോ എബ്രച്ചി എസ്സയുടെ വരവ്, എബ്രച്ചി എസ്സെ നോക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എബ്രച്ചി എസ്സയുടെ വരവ് ഒരു ചോദ്യം വരുന്നതാണ്, എബ്രച്ചി എസ്സെ ലെഫ്റ്റ് വിങ്ങറാണോ അതോ സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പോകുന്ന ആളാണോ എന്നുള്ളതാണ്. സോ അവിടെയാണ് പ്രശ്നം വരുന്നത്. ആർസണൽ ഫാൻ, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എബ്രച്ചി എസ്സെ മിഡ്ഫീൽഡ് പ്ലെയറായിട്ട്, മിഡ്ഫീൽഡിലൂടെ ബോൾ ക്യാരിയിങ് എബിലിറ്റി, ആ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യുന്നൊരു പ്ലെയറായിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ലെഫ്റ്റ് വിങ്ങറായിട്ട് യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ എബ്രച്ചി എസ്സെ വരുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു മാറ്റം, അല്ലെങ്കിൽ എബ്രച്ചി എസ്സെ വരുന്നതുകൊണ്ട് നമുക്കൊരു മാറ്റം വരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറെ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ്. സോ
അങ്ങനെയാണ് പറയുന്ന എബ്രച്ചിയസെ മാത്രം മതിയാവില്ല എന്നൊരു തോട്ട് അല്ലെങ്കിൽ ഫൈൻഡിങ് ആർസണൽ ഫാൻസ് ഇപ്പോൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് നമുക്ക് അത്യാവശ്യം റീസണബിളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ റോഡ്രിഗോൻ്റെ പേരാണ് നമ്മൾ ഇത്ര നാൾ പറഞ്ഞിരുന്നെങ്കിലും റോഡ്രിഗോൻ്റെ ആ ഒരു പ്രസൻസിനോട് ഇപ്പോൾ ആർസണൽ ഫാൻസ് അത്രയും അങ്ങോട്ട് ഇപ്പോൾ ഗോയിക്കേഴ്സിൻ്റെ ഒക്കെ പോലെ എക്സ്പെക്റ്റേഷനൊന്നും അല്ലെങ്കിൽ ലൈക്ക് കാത്തിരിപ്പൊന്നും ആർസണൽ ഫാൻസിന് റോഡ്രിഗോൻ്റെ കാര്യത്തിൽ അധികം ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഇപ്പോൾ പലരും റാഫേൽ ലിയോൻ്റെ പേര് വളരെയധികം എടുത്തു പറയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ മിക്കൽ ആർട്ടറ്റ സിസ്റ്റം മാറ്റണം, പ്ലേയിങ് സ്റ്റൈൽ മാറ്റണം, അല്ലെങ്കിൽ റാഫേൽ ലിയോ പോലൊരു പ്ലെയർ നമ്മുടെ സിസ്റ്റത്തിന് വളരെ അനുയോജ്യനായ ഒരു പ്ലെയറാണ്. ആ ലെഫ്റ്റ് വിങ്ങിൽ കൊണ്ടുവരേണ്ട ഔട്ട്പുട്ട് കൊണ്ടുവരാൻ കെൽപ്പുള്ള പ്ലെയർ ആണെന്നും ഒരുപാട് ഫാൻസ് റേസ് ചെയ്യുന്നുണ്ടായിരിക്കണം ഒരു തോട്ട്. സോ നിങ്ങൾക്ക് എന്താണ് ആർസണൽ ഫാൻസ് തോന്നുന്നത്? റാഫേൽ ലിയോൻ്റെ വരവോടുകൂടി നമുക്ക് ആ റാഫേൽ ലിയോ വരാണെങ്കിൽ, നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ ആ പ്രശ്നം മാറുമോ എന്നുള്ളത്. ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ ലാസ്റ്റ് സീസണൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മിക്കേൽ ആർട്ടറ്റ ആ ഒരു ലെഫ്റ്റ് വിങ്ങിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ തന്നെ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പൊസിഷനിലേക്ക് റാഫേൽ ലിയോ പോലൊരു പ്ലെയർ വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറുമോ, ആ ഒരു റിസ്ട്രിക്റ്റഡ് പ്ലേയിങ് സ്റ്റൈൽ ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് മാറുമോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഏർപ്പെടുത്താം. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ എബ്രച്ചിയസെ വരണം, നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു വിങ്ങർ പോകണം. ഇപ്പോൾ ട്രൊസാറിനാണ് സാധ്യത. ലാസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നു ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ട്രൊസാർഡ് പോവുകയും അവിടേക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ വരണം, സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാൻ കഴിയുന്ന ഒരു ലെഫ്റ്റ് വിങ്ങർ വരെയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് റാഫേൽ ലിയോനെ കുറിച്ചും ആ ഒരു ആർസണലിൻ്റെ സ്റ്റിൽ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഏർപ്പെടുത്താം. ആൻഡ് അതേപോലെ വിക്ടർ ഗോയിക്കേഴ്സിന് 10 മിനിറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചാടുന്ന കുറച്ച് ഫാൻസ് ഉണ്ട്, റിയാക്ഷൻ പെട്ടെന്ന് തരുന്ന കുറച്ച് ഫാൻസ് ഉണ്ട്. അവരോട് പറയാനുള്ളത്, യെസ് നമ്മൾ ഒരുപാട് കാത്തിരുന്നതാണ് ഈ ഒരു വിക്ടർ ഗോയിക്കേഴ്സിന് വേണ്ടി, നമ്മൾ ഒരുപാട് കാത്തിരുന്നതാണ്. യെസ് നമ്മൾ ആ ഒരു പ്ലെയർ കൂടുതൽ നമുക്ക് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങണം നമ്മൾ ആഗ്രഹിക്കും, തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് അദ്ദേഹം വന്ന് ദിവസങ്ങൾക്കുള്ളിൽ നടന്ന പ്രീ സീസൺ മത്സരമാണ്. പ്രീ സീസൺ മത്സരത്തിൻ്റെ അവസാന 10 മിനിറ്റ് മാത്രം അദ്ദേഹത്തെ ഇറക്കിയുള്ളൂ എന്ന് പറയുന്ന ഒരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ അത് ഒരു അതിശയിപ്പിക്കുന്ന ഫാക്ടറായിട്ടോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം വന്നു, ഒരു പ്ലെയറെ കൊണ്ടുവരുമ്പോൾ തന്നെ ഉടനെ എന്നാ മോനെ നീ ഇത്രയും കാശ് മുടക്കി അത്രയും പ്രതീക്ഷയോടെ വന്നതല്ലേ, ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞ് കോച്ചിനെ ഇറക്കി വിടാൻ കഴിയില്ല. അദ്ദേഹത്തെ മെഡിക്കൽ ടീമായിട്ട് പ്ലാൻ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഗോയിക്കേഴ്സ് പോലുള്ള പ്ലെയർ, വളരെ വാല്യബിൾ ആയിട്ടുള്ള പ്ലെയറാണ് നമുക്ക് നെക്സ്റ്റ് സീസണിൽ. ഇവിടെ സീസൺ തുടങ്ങിയിട്ടില്ല, ഇനിയും കിടക്കുന്ന 2 ആഴ്ച. സോ അവിടെ വെറുതെ ചാൻസ് എടുത്തുകൊണ്ട് പ്ലെയറിന് മിനിറ്റ്സ് കിട്ടട്ടെ എന്ന് കരുതി കയ്യടി മേടിക്കാൻ വേണ്ടി ആൾ ഇറക്കി വിടാൻ കോച്ചിന് കഴിയില്ല. സോ ഈ 10 മിനിറ്റേ പ്ലെയർ കളിപ്പിച്ചുള്ളൂ മിക്കേൽ ആർട്ടറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് അത്ര ശരിയല്ല. അതിനൊന്നും ആവശ്യം എത്തിയിട്ടില്ല, സീസൺ പോലും തുടങ്ങിയിട്ടില്ല. സോ അത്രയും റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിയാക്ട് ചെയ്യണം, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഫയർ ഉണ്ടാക്കരുത്. ഇപ്പോൾ ചില ഫാൻസ് നമ്മളെ കളിയാക്കാറുണ്ട്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ റിയാക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ. അതിൻ്റെ ആവശ്യമില്ല, സീസൺ തുടങ്ങട്ടെ അറ്റ്ലീസ്റ്റ്. ഇനി ലിവർപൂളിൻ്റെ കാര്യം എടുത്ത് പറയണം. ഓൾറെഡി 300 മില്യൺ പൗണ്ട്സിനടുത്ത് അവർ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലവാക്കി കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോഴത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണെന്ന് ആലോചിക്കണം. പുതിയ കോച്ചിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ തന്നെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ട് നിൽക്കുന്ന ടീമാണ്. ഓൾറെഡി 300 മില്യൺ പൗണ്ട്സ് ചിലവാക്കി കഴിഞ്ഞു. കുറേ കാലമായിട്ട് FSGക്ക് അവരുടെ ഓണേഴ്സിന് നല്ല ചീത്തപ്പേരായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല, പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നില്ല എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒറ്റൊരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ FSG പൊളിച്ചടക്കി എന്നുള്ളതാണ്. അവരിപ്പോൾ ഇനി 400 മില്യൺ പൗണ്ട്സ് എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണും കൂടി തകർക്കാൻ നോക്കുകയാണ്. അലക്സാണ്ടർ ഇസാക്കിനെ ന്യൂകാസിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് എന്നുള്ളതാണ്. 120 മില്യൺ പൗണ്ട്സിന് വാല്യൂ വരുന്ന ബിഡ് അവർ ഇസാക്കിന് വേണ്ടി ന്യൂകാസിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്തു. ന്യൂകാസിൽ അത് പുറംകാലം കൊണ്ട് അടിച്ച് തെറിപ്പിച്ചു, റിജക്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. സോ ന്യൂകാസിൽ ഒരു ഡോറും തുറന്നു വെച്ചില്ല അവർക്ക്. ലിവർപൂളിന് ഒരു ചാൻസ്, ഒരു പോസിറ്റീവ് സൈൻ പോലും ലിവർപൂളിന് കൊടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2 കാരണങ്ങളാണ് അതിന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ന്യൂകാസിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സ്ട്രൈക്കറെ കണ്ടെത്താൻ അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. സോ ന്യൂകാസിൽ അവരുടെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നൊരു എഡി ഹോവിൻ്റെ കീഴിൽ നല്ലൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം FA കപ്പ് വിന്നേഴ്സ് ആയിരുന്നു. സോ അവർക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് സ്ട്രൈക്കർ ഇസാക്ക് പോലൊരു പ്രീമിയർ ലീഗിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കർ എന്നുള്ളൊരു പേര് ലാസ്റ്റ് സീസണിൽ വന്ന പ്ലെയറാണ് ഇസാക്ക. സോ ഇസാക്കിനെ പോലൊരു പ്ലെയറെ വിട്ട് കഴിയുമ്പോൾ അതിന് പകരം ഒരു പ്ലെയറെ കൊണ്ടുവരാനായിട്ട് ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സോ അതിൽ നോക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ സെസ്കോൻ്റെ പേരാണ് ഉള്ളത്. പക്ഷേ അതൊരു എന്താ പറയുക, ബെഞ്ചമിൻ സെസ്കോ യുണൈറ്റഡ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് റിപ്പോർട്ട്സ് വരുന്നു. വിത്തൗട്ട് യൂറോപ്യൻ ഫുട്ബോൾ അടക്കം യുണൈറ്റഡ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വരുന്നു. പക്ഷേ
ന്യൂകാസിലും മാൻ യുണൈറ്റഡും ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് തന്നെയുണ്ട് ആ ഒരു ഡീലിൽ. പക്ഷേ ഇതുവരെ വേറെ കാര്യങ്ങളൊന്നും അവിടെ പ്രോഗ്രസീവായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്, പ്രോഗ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ ഒലീവ് വാറ്റ്കിൻസിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഒലീവ് വാറ്റ്കിൻസിൻ്റെ പേര് യുണൈറ്റഡായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ന്യൂകാസിലായിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. 60 മില്യൺ പൗണ്ട്സിനടുത്താണ് ആസ്റ്റൺ വില്ലയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്ന ഒലീവ് വാറ്റ്കിൻസിന് വേണ്ടിയിട്ട്. സോ ഒരു വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് സ്ട്രൈക്കർ കൊണ്ടുവരാനായിട്ട് ന്യൂകാസിലിനെ കഴിഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇസാക്കിനെ തൽക്കാലം കളയാനായിട്ട് ന്യൂകാസിലിന് നിവൃത്തിയില്ല എന്നുള്ളതാണ് ഒരു റീസണായിട്ട് കേൾക്കുന്നത്. രണ്ടാമത്തെ റീസണായിട്ട് കേൾക്കുന്നത് അവർ വാല്യൂ ചെയ്യുന്നു 150 മില്യൺ പൗണ്ട്സാണ് ഈ ഒരു പ്ലെയറിന് വേണ്ടി. ഈ പ്ലെയറിനെ വാല്യൂ ചെയ്യുന്ന ന്യൂകാസിൽ യുണൈറ്റഡിന് ഒരു താല്പര്യവുമില്ല ഇസാക്കിനെ വിട്ടുകൊടുക്കണമെന്ന്. പക്ഷേ ഇസാക്കിന് നല്ല താല്പര്യമുണ്ട് ലിവർപൂളിലേക്ക് പോകണം എന്നുള്ളത്. ആളുടെ ഒരു ഇൻട്രസ്റ്റ് അറിയിച്ച് കഴിഞ്ഞതുമാണ്. ആളിപ്പോൾ ടീമിൻ്റെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബായ റിയൽ സോസിഡാഡിൻ്റെ ട്രെയിനിങ് ഫെസിലിറ്റിയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്, പേഴ്സണൽ ട്രെയിനറിനെ വെച്ചുകൊണ്ട്. സോ ന്യൂകാസിൽ ടീമിൻ്റെ കൂടെ അതായത് സീനിയർ പ്ലേയേഴ്സ് അടക്കം ഇസാക്കിനെ പുഷ് ചെയ്തു എന്ന് കേൾക്കുന്നു, ടീമിൽ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട്. പുതിയൊരു ഡീല് വെക്കുന്ന കാര്യം പറഞ്ഞു കേട്ടിരുന്നുണ്ട്. 2026 റിലീസ് ക്ലോസ് വെക്കാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഒരു രീതിയിലും അതിന് ടോക്സ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇസാക്കിന് ലിവർപൂളിലേക്ക് പോകണം എന്നുള്ളൊരു കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചില്ലെങ്കിൽ ഇസാക്ക് വേണമെങ്കിൽ ഫോർമൽ റിക്വസ്റ്റ് തന്നെ, ട്രാൻസ്ഫർ റിക്വസ്റ്റ് തന്നെ ടീമിന് മുമ്പിൽ വെക്കും എന്നുള്ളതാണ്. അതിനേക്കാളും ഇത് രസകരമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് ലിവർപൂൾ ഇത്തിരി കലിപ്പിലാണെന്നുള്ളതാണ്. ന്യൂകാസിലിൻ്റെ സ്റ്റാൻസ് ഈ ഒരു കാര്യത്തിൽ മാറ്റാണ്ട്, എന്തെങ്കിലും ഒരു വാതിൽ തുറന്നിടാണ്ട് ഇനി സെക്കൻഡ് ബിഡുമായിട്ട് ഞങ്ങൾ വരില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ലിവർപൂൾ നിൽക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ട്സ് വഴി അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. സോ ഇസാക്കിന് പോകണം, ന്യൂകാസിലിന് വേറെ സ്ട്രൈക്കറെ കിട്ടണം, സെസ്കോനെ കിട്ടണം, അല്ലെങ്കിൽ ഇസാക്കിനെ നിർത്തണം. ലിവർപൂൾ ആണെങ്കിൽ ഗീവ് ഓർ ടേക്ക് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ടേക്ക് ഓർ ലീവ്, ഗീവ് ഓർ ടേക്ക് അല്ല, ടേക്ക് ഓർ ലീവ് എന്നുള്ള രീതിയിലാണ് ലിവർപൂൾ നിൽക്കുന്നത്. സോ അതൊരു നല്ലൊരു സ്റ്റോറി ആയിരിക്കും. ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറി തന്നെ ആകും എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു പ്ലെയറിന് പോകണമെന്ന് ഇത്ര ആഗ്രഹമുള്ള സ്ഥിതിക്ക് മേ ബി ലിവർപൂളിൽ കിട്ടിയിരിക്കും എന്ന് തോന്നുന്നു. ഇസാക്കിനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ലിവർപൂൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തൂത്തുവാരിക്കും തന്നെ പറയേണ്ടി വരും. ഫ്ലോറിയൻ വിർട്സും മറ്റുള്ള പ്ലേയേഴ്സൊക്കെ അതുകൂടാണ്ട് അലക്സാണ്ടർ ഇസാക്കിനെയും കൂടി കിട്ടുകയാണെങ്കിൽ ലിവർപൂൾ നെക്സ്റ്റ് സീസണിലേക്കൊരു ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ലിവർപൂൾ ഫാൻസ് കുറേ കാലത്തേക്ക് ഒന്നും മറക്കില്ല. നമ്മൾ എന്തിനും ഒപ്പണൻറ്റ് ഫാൻസ് പോലും മറക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റുള്ള ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിച്ചിൽ നിന്നും ജോ പലീന ലോൺ ഡീൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക് വരാണ്. മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, 1 വർഷത്തെ ലോൺ ഡീലാണ് വരുന്നത്. ആൻഡ് ഒരു ബൈ ഓപ്ഷൻ ഉണ്ട്, മാൻഡേറ്ററി അല്ല, ഓപ്ഷനിലാണ്. 30 മില്യൺ യൂറോസിൻ്റെ ഒരു ബൈ ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അതിൽ പ്ലെയറിൻ്റെ സാലറിയും കാര്യങ്ങളും ഒക്കെ ടോട്ടൻഹാം ഹോട്ട്സ്പർ, ഫീസും സാലറിയും കാര്യങ്ങളൊക്കെ ടോട്ടൻഹാം ഹോട്ട്സ്പർ ആയിരിക്കും കവർ ചെയ്യുക എന്നുള്ളതാണ്. സോ ജോ പലീന നെക്സ്റ്റ് സീസണിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ മിഡ്ഫീൽഡിലേക്കും കളിക്കുക. ആൻഡ് അതേപോലെ ഇറ്റാലിയൻ ലീഗിൽ സിരിയയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇൻ്ററിനെ അറ്റ്ലാന്റ അറിയിച്ചു കഴിഞ്ഞു. 42 മില്യൺ യൂറോസ് പ്ലസ് 3 മില്യൺ ആഡ് ഓൺസിൻ്റെ ബിഡ് ഞങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു എന്ന് അറ്റ്ലാന്റ ഇൻ്ററിനെ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സോ അതേപോലെ തന്നെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ ജോൺ വിക്ടറിന് വേണ്ടിയിട്ട്, ബൊട്ടഫോഗാൻ്റെ ഗോൾ കീപ്പറായ ജോൺ വിക്ടറിന് വേണ്ടിയിട്ട് 8 മില്യൺ യൂറോസിൻ്റെ ഒരു ഫോർമൽ ബിഡ് പ്രീമിയർ ലീഗിൽ നിന്ന് വെസ്റ്റ് ഹാം വെച്ചതായിട്ട് അറിയാൻ കഴിയുന്നത്. സോ ഇതൊക്കെയാണ് ഈ ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് ഗ്രോ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഇൻട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ഇൻട്രാക്റ്റീവ് ആക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ഈ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടയ്ക്കിടയ്ക്കെന്നല്ല അടുപ്പിച്ച് തന്നെ നമ്മൾ ഫുട്ബോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണത്. സോ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.